മേഘാലയ ട്രിപ്പിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റപ്പോഴേക്കും ഇതേപോലെ നേരം വെളുത്തിരിക്കുന്നു. 6 മണിയായപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എത്തി. ഇനി ഞങ്ങൾ പോകുന്നത് ചിറാപുഞ്ചിക്കാണ്. പോകുന്ന വഴി കുറേ കാഴ്ചകളും കാണാനുണ്ട്. ഈ ബിൽഡിങ്ങിലെ ഹോട്ടലിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ചത്. മേഘാലയ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഗുവാഹട്ടി എയർപോർട്ട് വരെ ഈ വാഹനത്തിലായിരിക്കും ഞങ്ങളുടെ യാത്ര. ഇന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് എലിഫൻറ്റ് ഫാൾസ് കാണാനാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ, പേര് നരുദാസ്. എലിഫൻറ്റ് ഫാൾസ് കാണാനുള്ള ടിക്കറ്റും എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. ടൂറിസ്റ്റുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങളാണെന്ന് തോന്നുന്നു ആദ്യം എത്തിയത്. ആദ്യം ഒരു ചായ കുടിച്ചിട്ടാകാം കാഴ്ചകളെന്ന് കരുതി. ചായ എത്തി. നല്ല തണുത്ത കാലാവസ്ഥയിൽ നല്ല ചൂട് ചായ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള മേഘാലയ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ബസ്സാണിത്. ഇവിടുത്തെ ചെറിയ കടകളും സുവനീർ ഷോപ്പുകളും ഒക്കെ തുറക്കുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് കാസി ഗോത്രവർഗത്തിലുള്ളവർ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഒരു കോണാകൃതിയിലുള്ള ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ പേര് കോ അഥവാ കീക്കോ എന്നാണ്. ചായ കുടി കഴിഞ്ഞ് വെള്ളച്ചാട്ടം കാണാൻ ഞങ്ങൾ നടന്നു തുടങ്ങി. കാസി ഭാഷയിലുള്ള എലിഫൻറ്റ് ഫാൾസിൻ്റെ പേര് കാഷായിദ് ലായ് പതിങ് കോസ്യോ എന്നാണ്. ഇതിനർത്ഥം 3 സ്റ്റെപ്പ് വാട്ടർഫാൾസ് എന്നാണ്. ഓരോ വെള്ളച്ചാട്ടവും ഏതൊക്കെ ദിശയിലാണെന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ വെള്ളച്ചാട്ടം. മഴക്കാലമല്ലാത്തതിനാൽ വെള്ളം കുറവാണ്. എവിടെ പോയാലും പോയ സ്ഥലത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കാൻ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. സുൽത്തണ്ണന് പിന്നിൽ ഷാജിയണ്ണൻ ഫോട്ടോയ്ക്കായി വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ ഫോട്ടോ കൂടി എടുക്കുമോ എന്ന് ചോദിച്ച് ഒരു പട്ടിക്കൂട്ടനും ഞങ്ങളുടെ കൂടെ കൂടി. ഫോട്ടോ എടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ബിസ്ക്കറ്റ് തരാതെ പോയാൽ ഞാൻ ഓടിച്ചിട്ട് കടിക്കും. ഈ നടക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങിയാൽ മാത്രമേ മൂന്നാമത്തെ വെള്ളച്ചാട്ടം കാണാൻ കഴിയൂ. ഇതാണ് മൂന്നാമത്തെ വെള്ളച്ചാട്ടം. ഈ 3 വെള്ളച്ചാട്ടങ്ങളിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണ്. പണ്ട് ആനയുടെ ആകൃതിയിലുള്ള ഒരു പാറ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് എലിഫൻറ്റ് ഫാൾസ് എന്ന പേര് വന്നത്. അങ്ങനെ എലിഫൻറ്റ് ഫാൾസിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരികെ നടന്നു. ഖാസി ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത വേഷമിട്ട് ഫോട്ടോ എടുക്കുകയാണ് ടൂറിസ്റ്റുകൾ. വിശപ്പിൻ്റെ വിളി തുടങ്ങി. ഇനി ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ. നരുദാസിനോട് സംസാരിച്ചിരുന്നപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിച്ചെത്തി. ഇനി പോകുന്നത് അടുത്ത സ്പോട്ടായ മാക്ടോക് ഡിംബബ് വാലിയിലേക്കാണ്. കാണാനുള്ള കാഴ്ചകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡിംബബ് വാലി വ്യൂ പോയിന്റിലെത്തി. മേഘാലയയിലെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഡിംബബ് വാലി വ്യൂ പോയിന്റ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗന്ദര്യം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒന്നാണ് ഈ ഡിംബബ് വാലി. ഈ വീഡിയോ കാണുമ്പോൾ ഡിംബബ് വാലിയുടെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. കാസി ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. ഒന്നും മനസ്സിലായില്ല. ഡിംബബ് വാലിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഇന്നത്തെ ഞങ്ങളുടെ മൂന്നാമത്തെ സ്പോട്ട് ഗാർഡൻ ഓഫ് കേവ്സ് ആണ്. ടിക്കറ്റും എടുത്ത് അടുത്ത് കണ്ട ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സും വാങ്ങി ഞങ്ങൾ ഗാർഡൻ ഓഫ് കേവ്സ് കാണാൻ കയറി. ഗാർഡൻ ഓഫ് കേവ്സ് എന്ന് കേൾക്കുമ്പോൾ ഇത് കുറച്ച് ഗുഹകൾ മാത്രമാണെന്ന് കരുതരുത്. കുറേ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചെറിയ കുളങ്ങളും റോക്ക് ഫോർമേഷൻസും കുറേ ഗുഹകളൊക്കെ ചേർന്നതാണ് ഈ ഗാർഡൻ ഓഫ് കേവ്സ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഇവിടെയുള്ളൊരു ചെറിയ ഗുഹയാണ്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് കാസി ജനങ്ങൾ ഇവിടുത്തെ ചില കേവ്സ് ഒളിത്താവളങ്ങളായി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. വീഡിയോ എടുത്താൽ തീരാത്തത്രയും കാഴ്ചകളുണ്ട് ഗാർഡൻ ഓഫ് കേവ്സിൽ. മഴക്കാലത്ത് വന്നാൽ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കൂടുതൽ ശക്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ വീഡിയോസിലൊന്നും എന്നെ കാണിക്കുന്നില്ല എന്നുള്ള പരാതി അങ്ങ് തീർത്തേക്കാം. ഈ ചെറിയ കുളം കണ്ടാൽ തന്നെ ഒന്നിറങ്ങി കുളിക്കാൻ തോന്നും. ഇത് ഇവിടുത്തെ ഒരു ബാംബു ബ്രിഡ്ജാണ്. മുള കൊണ്ട് മാത്രം കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഒരു പാലം. ഒരു ബ്രിഡ്ജല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 2 എണ്ണം ഉണ്ട്. ബാംബു ബ്രിഡ്ജ് കയറിയതിൻ്റെ സന്തോഷത്തിലാണ് ഗിരീഷണൻ. ഈ ബാംബു ബ്രിഡ്ജ് എത്തിച്ചേരുന്നത് ഉംദവായി എന്ന ചെറിയൊരു ജലസ്രോതസ്സിലേക്കാണ്. ഈ കാണുന്നതാണ് ഉംദവായി. ഈ വരുന്ന വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നാണ് ഇവിടുത്തേർ പറയുന്നത്. എങ്കിൽ പിന്നെ കുടിച്ചേക്കാമെന്ന് ഞങ്ങളും കരുതി. നല്ല തണുത്ത വെള്ളം, പ്രത്യേകിച്ച് സ്വാദൊന്നുമില്ല, സാധാരണ വെള്ളം പോലെ തന്നെ. പിന്നെ അവിടെ ഇതുപോലുള്ള ബാംബു ബോട്ടിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഗിരീഷണൻ അതിലൊരെണ്ണം വാങ്ങി. അങ്ങനെ ഗാർഡൻ ഓഫ് കേവ്സിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതുകൂടി കണ്ടിട്ട് പോകാമെന്ന് ഡ്രൈവർ പറഞ്ഞു. ഈ വെള്ളച്ചാട്ടം ഞങ്ങളുടെ പ്ലാനിലില്ലായിരുന്നു. സീസണൽ വെള്ളച്ചാട്ടം ആയതുകൊണ്ട് അവിടെ വെള്ളവും ഇല്ലായിരുന്നു. വാക്കാബ ലത്താറ ഫാൾസ് എന്നാണ് ഈ വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. ഈ വെള്ളച്ചാട്ടം കാണുന്ന വ്യൂ പോയിന്റിൻ്റെ പേര് ഉംസ്റ്റ്യൂ വ്യൂ പോയിന്റ് എന്നാണ്. ഈ വെള്ളച്ചാട്ടത്തെ ചുറ്റിപ്പറ്റി ഒരു കഥയുണ്ട്. പഴയൊരു പ്രാദേശിക വിശ്വാസം അനുസരിച്ച് ഈ വാക്കാബ പ്രദേശത്ത് 2 മന്ത്രശക്തിയുള്ള സ്ത്രീരൂപങ്ങൾ താമസിച്ചിരുന്നു. അതിലൊരാൾ നല്ല വെളുത്തതും ഒരാൾ കറുത്തതുമായിരുന്നു. അവർ സാധാരണ മനുഷ്യരെ പോലെ നാട്ടുകാരുമായി ഇടപെടുന്നവരായിരുന്നു. ഇവർ യുവാക്കളെ അവരുടെ സൗന്ദര്യത്തിലൂടെ ഹിപ്നോട്ടൈസ് ചെയ്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നാണ് കഥ. അവിടുന്ന് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് യാത്ര തിരിച്ചു. കാണാൻ ഒരുപാട് കാഴ്ചകൾ ബാക്കിയുണ്ട്. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.